ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ബൈ വാസിമ ജുനൈദ്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യാമ്പോ കോർണിഷിൻ്റെ. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോവാണ്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഹൈസൂനെ എന്തെങ്കിലും ക്യാരി ചെയ്യുന്ന ബാഗ് എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി ചെറിയൊരു ഓളമൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹൈസൂന് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അവൻ ഇതൊക്കെ ബീച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നേരിട്ട് കുറച്ചുകൂടി നല്ല ക്ലിയർലി കാണുമ്പോഴത്തേക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പാറക്കെട്ടിൻ്റെ മുകളിലൊക്കെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ആ ടൈമിലൊരു സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ അവിടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് നടക്കാനുണ്ട്. ഹൈസൂന് പൊതുവെ കാറിലിരിക്കുന്നേക്കാൾ ഇതുപോലെ നടക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നടന്ന് കാണുന്നുണ്ട്. അപ്പോൾ വരുന്നവരുടെ ഒരു കോഫി ഷോപ്പ് കാര്യങ്ങൾ അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫാമിലി പൂൾ എന്ന് പറയുന്നത്. ഫാമിലി പൂളല്ല, ജസ്റ്റ് ഒരു പൂളാണ്. അതിൽ സെപ്പറേറ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഫാമിലി പൂൾ അങ്ങനെ ഓരോരോ സെക്ഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് വന്നിരുന്നിട്ട് അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആളെല്ലാവരും വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോരോ ടെൻറ്റായിട്ട് അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ബീച്ച് സൈഡിൽ ഇരിക്കുന്നുണ്ട്, പൂളിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ ഒരു സമയത്ത് നമുക്ക് പൂളിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ പോയതൊരു ഈവനിങ് 7 o'clock കഴിഞ്ഞിട്ടായിരുന്നു. അതിന് മുന്നേ ആയിരുന്നു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൈസൂൻ അവിടെ ചെന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഇത്. സ്ലൈഡിൽ ഇങ്ങനെ തെന്നി ഇറങ്ങണം. അവന് ഒരു സ്വയമേ നടക്കാനും കയറാനൊക്കെ ഉള്ളൊരു ഏജ് ആയിട്ടില്ല. പക്ഷേ എന്നാലൊക്കെ ഇങ്ങനെ ഇരുത്തുമ്പം അവനിതിൻ്റെ ടെക്നിക്കൊന്നും അറിയാത്തതുകൊണ്ട് വീണ്ടും തിരിച്ച് അതിലോട്ട് തന്നെ വലിഞ്ഞ് കയറാൻ നോക്കുന്നുണ്ട്. അവനിതുവരെ പാർക്കിലൊക്കെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതാണ്. ഊഞ്ഞാലാടുന്ന കാര്യങ്ങളൊന്നും അത്രയും ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇങ്ങനെ ഭയങ്കര വെറൈറ്റി കണ്ടപ്പോൾ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങി വരാൻ വലിയ പാടായിരുന്നു. നമ്മൾ പിന്നെ പിടിച്ചൊക്കെ ഇറക്കിക്കൊണ്ട് വരേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ വെറുതെ കുറച്ച് നേരമൊക്കെ നടന്നു. അപ്പോൾ ഇവന് ആദ്യമായിട്ടാണ് ഈ കാലിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ബീച്ചിലൊക്കെ ഇടുന്നത്. അപ്പം പിന്നെ ഇവർ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാല് നനയിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആൾ തിരിച്ച് കയറുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല രസം ഉണ്ടായിരുന്നു ഇട്ടുകൊണ്ടിരിക്കാനായിട്ട്. ഹൈസൂൻ്റെ ഇവിടെ വന്നപ്പോഴുള്ള കമ്പാനിയൻ അവൻ്റെ വാപ്പി തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള കുരുത്തക്കേടുള്ള എല്ലാം വാപ്പീനെ പഠിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവനിങ്ങനെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വാപ്പിയുടെ കൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവനെ പിന്നെ നടത്തിച്ചു. കാരണം ഞങ്ങൾ രണ്ടുപേരും എടുത്തെടുത്ത് ഇങ്ങനെ തളർന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരം അവന് നടത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നടത്തിയെങ്കിലും ഉപ്പാടഞ്ചും വീണ്ടും ഞങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു വിധത്തിൽ തിരിച്ച് കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഊഞ്ഞാലിൽ കൊണ്ടിരുത്തി. പക്ഷേ ഇത് അവനത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഊഞ്ഞാലിൽ ഇരുത്താൻ ഇച്ചിരി പാടായിരുന്നു. കാരണം അവൻ ബാലൻസ് ആയിട്ടിരിക്കാനുള്ളൊരു ഏജ് ആയിട്ടില്ലാത്തതുകൊണ്ടുള്ള കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ ഇക്കാനെ ഇങ്ങനെ പുറകെ ഇരുന്നിട്ട് കുറച്ച് നേരം ആട്ടി. പക്ഷെ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ വേഗം അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ ഈവനിങ്ങിലും അതുപോലെ തന്നെ നല്ല സെറ്റായിട്ട് നമുക്ക് പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ യാമ്പോ കോർണിഷ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇനി ഇതുപോലെ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു കമൻറ്റ് ചെയ്തോളൂ. താങ്ക്